പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. എഴുപുന്ന ശ്രീ നാരായണപുരം മഹാക്ഷേത്രത്തിൽ വൻ മോഷണം. 20 പവൻ വരുന്ന ദേവന്റെ തിരുവാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. എഴുപുന്ന ശ്രീനാരായണപുരം മഹാക്ഷേത്രത്തിൽ വൻ മോഷണം. 20 പവൻ വരുന്ന ദേവന്റെ തിരുവാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കീഴ്ശാന്തി കൊല്ലം സ്വദേശി OT രാമേന്ദ്രനെ കാണാനില്ല. തിരുവാഭരണം വിഷുത്തലേന്ന് വൈകിട്ട് 6 മണിയോടെ ദേവന് ചാർത്തുന്നതിന് ദേവസ്വം ഭാരവാഹികൾ കീഴ്ശാന്തി OT രാമചന്ദ്രന് നൽകിയിരുന്നതായി പറയുന്നു. ഇത് വിഷു പുലർച്ചെ ദേവന് ചാർത്തിയിരുന്നു. വിഷുദിനത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ചു നൽകേണ്ടതാണ്. എന്നാൽ ഒന്നിലേറെ പ്രാവശ്യം ദേവസ്വം അധികാരികൾ ആഭരണങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഒഴിഞ്ഞുമാറിയതായാണ് പറയുന്നത്. പിന്നീട് ഇയാളെ കണ്ടുമില്ലെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് ശ്രീകോവിലും മറ്റും പരിശോധന നടത്തിയെങ്കിലും കണ്ടില്ല. ദേവസ്വം ഭാരവാഹികൾ അരൂർ പോലീസിൽ പരാതി നൽകി. 2 നെക്ലസുകൾ, 10 പവൻ വരുന്ന മാല, കിരീടം, 26.59 ഗ്രാം ഉൾപ്പെടെ 20 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതുകൂടാതെ ഡെയിലി ഒരു മാലയും ചാർത്താറുണ്ട്. ഡെയിലി കാലത്ത് 5 മണിക്ക് കൊടുക്കും. ആ മാല ദീപാരാധന കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുതരും. ഇതുപോലെ ഉത്സവത്തിനും കൊടുത്തിരുന്നു. 5 മാല കൊടുത്തിരുന്നു. അത് 6 കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം 7 കൊണ്ട മേൽശാന്തി തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ വിഷുവിൻ്റെ തലേ ദിവസം 13/4/2025 6:15 മണിക്ക് ഒരു നെക്ലസ്, 2 നെക്ലസ്, ഒരു കിരീടം, ഒരു 10 പവൻ്റെ ഒരു മാല, അപ്രോക്സിമേറ്റ്ലി 20 പവൻ്റെ അടുത്തെന്നാണ് പറഞ്ഞേക്കണേ സ്റ്റേഷനിൽ. അപ്പോൾ അത്രയും സാധനം ഉണ്ടായിരുന്നു. ഇത് കൗണ്ടറിലിരിക്കുന്ന ശ്രീല MAയും നന്ദിനി കമ്മിറ്റി മെമ്പറായ നന്ദിനി നമ്പീശൻ്റെ സാന്നിധ്യത്തിൽ സാധനം രാമചന്ദ്രൻ എന്ന കീഴ്ശാന്തിയുടെ കയ്യിലേക്ക് ചാർത്താൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ 1 മണിക്ക് അവർ ചാർത്ത് തുടങ്ങുന്നതോടുകൂടി തലേ ദിവസം തന്നെ കൊടുത്തതാണ്. 4 മാസം മുമ്പാണ് കീഴ്ശാന്തി രാമചന്ദ്രൻ ഇവിടെ എത്തുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള ഒരു രേഖയും ക്ഷേത്രത്തിലില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നോർമൽ കേസിൽ സാധാരണ തരാറുള്ള പോലെ ദീപാരാധന കഴിഞ്ഞ് അയച്ചു തരുമായിരിക്കും എന്നുള്ള ധാരണയിലാണ് പോയത്. വൈകുന്നേരം 5 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ രാമേന്ദ്രൻ ഇവിടെ സ്ഥലത്ത് കണ്ടില്ല. ശ്രീലാൽ എന്ന് പറയുന്ന മറ്റൊരു ശങ്കരനാരായണൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീകോവിൽ തുറന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു സാധാരണ പോലെ ദീപാരാധന കഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കാം. ന്യൂസ് ബ്യൂറോ, അരൂർ.